ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ഹലോ ഫ്രണ്ട്സ്, ഹായ് കൂട്ടുകാരെ, ഹലോ ഗെയ്സ്, അങ്ങനെയൊക്കെ. അതല്ലാതെ ഇപ്പം വേറെ എന്താ യൂസ് ചെയ്യാല്ലേ? അതിനൊരു പുതിയൊരു ഇത് കണ്ടെത്തണമല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. ഇൻവിറ്റേഷൻ ലെറ്റർ മീൻസ് ക്ഷണക്കത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാരേജിന് എല്ലാവരും ക്ഷണക്കത്തടിക്കും. ഇപ്പം അത് കുറഞ്ഞു വന്നിട്ടുണ്ട്, കാരണം ടെക്നോളജി കൂടിയപ്പോൾ വാട്സപ്പിലൂടെയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അധികം ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ക്ഷണക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമായൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ഷണക്കത്താണ്. വെറൈറ്റി ആയിട്ടുള്ളതെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് വെറൈറ്റി ആയിട്ട് തോന്നണമെന്നില്ല. ഞാൻ കണ്ടതിൽ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. അപ്പോൾ നിങ്ങളത് കണ്ടതിന് ശേഷം പറയാം അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ. ഇത് നമ്മളെ കേരളത്തിലുള്ളതല്ല, തമിഴ്നാട്ടിലുള്ളൊരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലുള്ളതുമായിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇതിനുണ്ടോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് നേരെ ആ ക്ഷണക്കത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷണക്കത്താണിത്. ഇതിൽ ഫുള്ളാണുള്ളത് ഇംഗ്ലീഷില്ല, ഫുള്ളാണുള്ളത് തമിഴാണ്. തമിഴെന്ന് വെച്ചാൽ ഫുൾ തമിഴ്. ഒരു ഇംഗ്ലീഷോ ഒരു സ്ഥലത്ത് പോലും കാണാനില്ല ഇംഗ്ലീഷ്. ഫുള്ളാ തമിഴിലാണ് കൊടുത്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കണ്ടൊരു വ്യത്യാസം വെച്ചാൽ, എനിക്കിത് തമിഴ് ഫുള്ളാ അറിഞ്ഞൊന്നും കൂടെ, എന്നാലും ഞാൻ ഗൂഗിളിൻ്റെ ഇതൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് മനസ്സിലാക്കിയതാണ്. അതിൽ കണ്ട നിങ്ങൾ കൊടുത്തത് വരൻ്റെ പേര്, വധുവിൻ്റെ പേര്, അവരടുത്തൊക്കെ അവരെ ക്വാളിഫിക്കേഷൻ വരെ അവരെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വരൻ്റെ ക്വാളിഫിക്കേഷൻ BE, വധുവിൻ്റെ ക്വാളിഫിക്കേഷൻ BCom. നമ്മളെ നാട്ടിലൊക്കെ ക്ഷണക്കത്തിൻ്റെ അകത്ത് ഒരിക്കലും അങ്ങനെ ഒരു വരൻ്റെതോ വധുവിൻ്റെതോ ഒന്നും ക്വാളിഫിക്കേഷനൊന്നും കൊടുത്തിട്ട് കാണില്ല. അതേപോലെ തന്നെ അവരെ ഫാമിലി മെമ്പേഴ്സ് മീൻ നമ്മളെ നാട്ടിൽ വെറും നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദറെ പേര്, മദറെ പേര്, അങ്ങനെ മാത്രമേ കൊടുത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൽ അവരെ റിലേറ്റീവ്സ് ഇന്ന ആളുടെ മകൻ എന്നുള്ള ഇത് കൊടുത്തു. അതുമാത്രമല്ല, ഇന്നയാളുടെ മകൻ എന്നുള്ളത് കൊടുത്താൽ മാത്രമല്ല, അവരെ റിലേറ്റീവ്സിൻ്റെ അടക്കം ക്വാളിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഏത് ഡിഗ്രി ഉള്ള ആളാണ് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റർ. വേറെന്താ ഇതിലുള്ളത്? മെയിൻ ഇതന്നെ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഒരൊറ്റ പേജ് മാത്രമേ ഇൻവിറ്റേഷൻ ലെറ്റർ വരും, അത്ര ഷോർട്ടായിട്ടായിരിക്കും. ഇതിൽ ഏകദേശം 3 പേജോളം വരുന്നുണ്ട്. പിന്നെ അവർ ഫുള്ളാ മെൻഷൻ ചെയ്യുന്നുണ്ട് അവരെ ഫാമിലി മെമ്പേഴ്സിനെ ഫുൾ.